പൊരിച്ച് തിന്നണ്ടേ, ആ പച്ചയ്ക്കൊന്ന് തിന്നണ്ടേ. രണ്ടുപേരും കൂടെ ഒരുമിച്ചിരുന്ന് രാത്രി അൽഹംദുലില്ലാഹ് രാത്രിയാകുമ്പോൾ 12 മണിയാകുമ്പോൾ പിള്ളേരില്ല, അവർ ഉറങ്ങട്ടെ, ഒരു പീസ് അവളുടെ വായിലും വെച്ചു കൊടുത്ത് ഒരു പീസ് ഇയാളുടെ വായിലും വെച്ചു കൊടുത്ത് അത് രാത്രി നല്ല കേൾക്കാതെ അയാളുടെ വായിൽ വെച്ചു കൊടുക്കാൻ പോകുന്നത് ഇയാളുടെ വായിൽ വെച്ച് ഞങ്ങൾ പറഞ്ഞ വാക്കല്ലേ സ്നേഹം ഉണ്ടാകണം. അങ്ങനെയല്ലേ സ്നേഹം ഉണ്ടാകുന്നത്? പിന്നെ എങ്ങനെ സ്നേഹം ഉണ്ടാകുന്നത്? അതാണ് സ്നേഹം. പിന്നെ പകൽ സമയത്ത് കുട്ടികളെ കാണിച്ചിരുന്ന് വായിൽ വെച്ച് കൊടുക്കാൻ പറ്റും? പിന്നെ ഈ കുട്ടിയും പോയി നാളെ LKG UKG-ക്കാർക്ക് വായിൽ വെച്ച് കൊടുക്കാൻ പോകും. കൊച്ചുകുട്ടികൾ സ്കൂളിൽ പോയിട്ട് അവർ രാത്രിയാവുമ്പോൾ പ്രശ്നമില്ല. വരുന്ന സമയത്ത് നീണ്ട കരയിൽ നല്ലൊരു മീൻ കിട്ടി കൊണ്ടുവന്നു, അപ്പോഴേ ഫ്രഷ് ആയിട്ടിരുന്ന് അയൽവക്കക്കാർക്ക് വിഷമം വരും. അതൊരു പ്രശ്നമാണ്. അയൽവക്കക്കാരെ കൂടെ പരിഗണിക്കണം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അയൽവക്കക്കാരുടെ ഗുണം, അയൽവക്കക്കാരോടുള്ള കടമകൾ എന്തെന്ന് നിങ്ങൾക്കറിയോ സഹാബ? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് ചോദിക്കുകയാണ്, അയൽവക്കക്കാരുമായുള്ള ബന്ധങ്ങളെ കുറിച്ച് നിങ്ങൾക്കറിയോ? നബിയുനാ റസൂലുള്ളാഹി തങ്ങളെ സഹാബത്തിനോട് ചോദിച്ചിട്ട് ഓരോന്നും എണ്ണി പറയുക. നിന്നോട് കടം ചോദിച്ചാൽ നീ കടം കൊടുക്കണേ. നിന്നോട് സഹായം തേടിയാൽ നീ സഹായിക്കണേ. നിന്നോട് വല്ല അക്രമികളോ വല്ല കള്ളന്മാരോ കേറിയെന്ന് പറഞ്ഞ് നിലവിളിച്ചുകൊണ്ട് സഹായത്തിന് വിളിച്ചാൽ അവരെ പോയി നീ സഹായിക്കണേ. കമാ ഖാല റസൂലുള്ളാഹി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നീ ഒരു സാധനം വല്ലതും വാങ്ങിക്കൊണ്ട് വന്നാൽ, എന്തെങ്കിലും ഫ്രൂട്ട്സോ അതല്ലെങ്കിൽ ഇറച്ചിയോ മീനോ വാങ്ങിക്കൊണ്ട് വന്നാൽ അയൽവക്കക്കാർക്ക് കൂടി നീ കൊടുക്കണേ. വൈലം തഫഅൽ ഫാദ്ഖിൽഹാ സിറാ. നീ അയൽവക്കക്കാരെ കൂടെ കൊടുത്തിട്ട് നീ തിന്നാവൂ. നിന്നെ കൊണ്ട് കൊടുക്കാൻ പറ്റൂല എങ്കിൽ നീ രഹസ്യമായിട്ട് നിന്റെ വീട്ടിൽ വെച്ചത് തിന്നണം. നിന്റെ കുട്ടികളുടെ കയ്യിൽ അത് കൊടുത്തിട്ട് അതുമായിട്ട് കുട്ടികൾ പുറത്തേക്ക് പോകാൻ പാടില്ല. അത് അയൽവക്കക്കാരുടെ കുട്ടികൾ കാണുമ്പോൾ അവർക്കതൊരു വിഷമം ഉണ്ടാകും. അപ്പൊ രാത്രി മീൻ പൊരിക്കാൻ നിൽക്കണ്ട എന്നാണ് എന്റെ അർത്ഥം. രാത്രി മട്ടൻ ചാപ്സ് ഉണ്ടാക്കാൻ നിൽക്കണ്ട. അപ്പുറത്തെ മണം പിടിക്കും, മൂത്രമൊക്കെ എഴുന്നേറ്റ് അപ്പുറത്തെ ഖദീജ 12 ഇപ്പോൾ നല്ല മീൻ പൊരിച്ചു രാത്രിയാണ്, നേരം വെളുക്കട്ടെ, സുബൈക്ക് മുമ്പേ വിളിക്കും. അല്ല ആമിന, നീ എന്തോ 12:45 മീൻ പൊരിക്കുന്നത്? എന്തായിരുന്നു അവിടെ? ഞാൻ കണ്ടിട്ട് നല്ല മണമായിരുന്നല്ലോ. തീർന്നു. അന്ന് മൊത്തം ആശുപത്രിയില്ല. അപ്പൊ അതുകൊണ്ട് നബിതങ്ങൾ പറഞ്ഞ വാക്ക ശരിയാ. ചിലപ്പോ ഇങ്ങനെ ഒരു പക്ഷെ അവരുടെ ഭാഗത്ത് അസൂയയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുശുമ്പോ ഒക്കെ ഉണ്ടായി പോകും. അത് ഉണ്ടാകാതിരിക്കാൻ നബിതങ്ങൾ പറഞ്ഞു, എന്തെങ്കിലും സാധനങ്ങൾ നിങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ അയൽവക്കക്കാർക്കൂടെ കൊടുക്കണം. കൊടുക്കാൻ നിന്റെ മനസ്സിന് വിശാലത കുറവാണോ അവര് കാണാതെ രഹസ്യമായിട്ട് നിന്റെ വീട്ടിൽ കൊണ്ടുവന്ന് പ്രവേശിപ്പിക്കണേ. ഗൾഫിൽ നിന്നൊക്കെ വരുമ്പോ എല്ലാരും ഉറങ്ങിയതിനു ശേഷം വണ്ടിയിൽ നിന്ന് സാധനം കൊണ്ട് നിറയ്ക്കാൻ മതി. അപ്പൊ ആരും കാണൂല. അതെ, ഡോർ ടു ഡോർ വന്നാൽ പറയും, അവിടെ നിർത്തിക്കാൻ പറയും. ഇന്നലെ ഒരു 12 മണിയാകുമ്പോൾ വന്നാൽ മതി, അബി അവിടെ നിൽക്കുന്ന അവിടെ നിർത്തിയിട്ട് എല്ലാവരും ഉറങ്ങിയതിനു ശേഷം സാധനം കൊണ്ടുവരുള്ളൂ. അല്ലെങ്കിൽ ഈ കെട്ടിക്കൊണ്ടുവരുമ്പോൾ അകത്ത് അയൽവക്കത്തിരുന്നോട് നോക്കും, നാളെ പൊട്ടിച്ചാൽ കൊടുക്കണ്ടേ. ചുമ്മാ ഒരു 2 സോപ്പും ഒരു 5-6 മിഠായും കൊണ്ട് കൊടുപ്പ ആ പ്രാക്കിന്ന് ഒഴിവാക്കിയിട്ട് എന്തിനാ അയൽവക്കാരുടെ പ്രാക്ക് വെക്കാൻ പോണത്? ചുമ്മാ ഒരു ചീനി പുഴുകുമ്പോൾ 2 പീസ് അവർക്ക് കൊടു, ഒരു 10 തേങ്ങ ഇടുമ്പോൾ 2 തേങ്ങ അങ്ങോട്ട് കൊടു. ഇതൊക്കെ അല്ലേ അയൽവക്ക ബന്ധം? അല്ല പിന്നെന്ത്? മത്തി വാങ്ങിയിട്ടുണ്ട്, 2-3 മത്തി അങ്ങോട്ട് നീണ്ട കരയിൽ കൊണ്ടുവന്നു, നല്ല പീസ് കൊണ്ടുവന്നോ, ഒരു മീൻ കൊണ്ടുവന്നോ, അൽഹംദുലില്ലാഹ് ഒരു പീസ് കണ്ടിച്ച് അവർ കൂടെ കൊടു. 9,000 രൂപ ഒരു പീസ് നെയ്മീൻ അവർ കൂടെ കൊടുക്കാല്ല. ഒരു പീസ് കൂടെ ഇല്ലെങ്കിൽ 9,000 രൂപ കൊതിയുടെ വരെ ആശുപത്രി കൊടുക്കേണ്ടി വരും. ഒരു പീസ് കൂടെ അല്ല പ്രാക്ക് എന്തിനാ കേൾക്കാൻ പോകുന്ന? അയൽവക്കക്കാർക്കുള്ള ഹക്കായത്. ഇല്ലെങ്കിൽ പറയരുത്, അറിയിക്കരുത്. മണമൊന്നും ഇല്ലാത്ത നിലയിൽ പൊരിച്ചു തിന്നണം, കല്ലേ ചുട്ട് തിന്നണം, നടക്കുന്ന കാര്യമാണ് ഇതൊക്കെ നബിതങ്ങൾ പറഞ്ഞു പഠിപ്പിക്കുന്ന വാക്കുകളാണ് കേട്ടോ. ഇതൊക്കെ നമ്മുടെ ഓരോ കാര്യം അയൽവക്കാരുടെ ഹക്കുകൾ അതിന്റെ വിഷയത്തിൽ നമ്മൾ അവിടെ ചർച്ച ചെയ്തു. അപ്പൊ നബിതങ്ങൾ പറഞ്ഞ വാക്കാണ്. നമ്മുടെ കുട്ടികൾക്ക് എന്തെങ്കിലും സാധനങ്ങൾ നമ്മുടെ കയ്യിൽ കൊടുക്കുമ്പോൾ കുട്ടികളോട് പറയണ്ട, വീടിനകത്തിരുന്നതിന് പുറത്തേക്ക് പോരെന്ന് പറയണം. പുറത്തു പോകുന്നത് കണ്ടാൽ അടുത്ത കുട്ടികളാടുമ്പോൾ അത് ഇഷ്ടപ്പെടും, കൊതിയിടും, അല്ലെങ്കിൽ കുട്ടികൾക്ക് അത് വിഷമാകും, ആദ്യം തട്ടിപ്പറിക്കാൻ പോകും, അത് പിന്നെ പ്രശ്നമാകും. അതുകൊണ്ട് നബിതങ്ങൾ പറഞ്ഞ വാക്കാണിത്. നിങ്ങളുടെ കുട്ടികളെ വീട്ടിനുള്ളിൽ തന്നെ ഇരുത്തി അവർക്ക് നിങ്ങൾ ഭക്ഷണം കൊടുക്കുക. അതുകൊണ്ട് പോട്ടെ, അയൽപക്കത്തിലേക്ക് എത്തി. അതുകൊണ്ട് നമ്മുടെ സഹോദരിമാരിലേക്ക് തിരിച്ചു വീണ്ടും കടന്നു വരികയാണ്.
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതുകൊണ്ട് എന്റെ പൊന്നു സഹോദരിമാരെ, തന്റെ ഭർത്താക്കന്മാർ അവരോട് പൊരുത്തം ചോദിക്കണം, അതേത് സമയത്തായാലും. അതാണ് ബഹുമാനപ്പെട്ട ഖദീജ റളിയല്ലാഹു തആല അൻഹ ചെയ്തത്. ഖദീജ റളിയല്ലാഹു തആല അൻഹയെ അല്ലാഹു ഇഷ്ടപ്പെട്ടു, തൃപ്തിപ്പെട്ടു. ഖദീജ റളിയല്ലാഹു തആല അൻഹയ്ക്ക് ഏറ്റവും കൂടുതൽ മഹത്വം അല്ലാഹു കൊടുത്തു. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബ ജീവിതത്തിൽ വലിയ സന്തോഷമാണ് ബഹുമാനപ്പെട്ട നബി തങ്ങൾക്ക് ഖദീജ ബീവി സമ്മാനിച്ചത്. അതുകൊണ്ട് തന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം, ഏറ്റവും വലിയ സമാധാനം ഖദീജ ബീവി. ഖദീജ ബീവിയുടെ വഫാത്തിന് ശേഷം നബി തങ്ങൾ വല്ലാത്ത ദുഃഖത്തിലും പ്രയാസത്തിലുമായിരുന്നു. എന്നിട്ട് പോലും ഒരു തെറ്റ് പോലും ചെയ്യാത്ത ഖദീജ ബീവി നബി തങ്ങളോട് മരിക്കാറായ സമയത്ത് പൊരുത്തം ചോദിച്ചു, നബിയെ, എന്റെ ഭാഗത്ത് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അങ്ങ് മാപ്പാക്കണേ നബിയെ, ഫഅഫുനി യാ റസൂലല്ലാഹ്, എന്നോട് പൊറുക്കണേ നബിയെ, മാപ്പാക്കണേ നബിയെ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്കാണ്, നബി തങ്ങളോട് ഖദീജ ബീവി പറഞ്ഞ വാക്കാണ്. നമ്മൾ ചിന്തിച്ചു നോക്ക്, മറ്റുള്ള കുടുംബക്കാരെ മറ്റുള്ളവരെയൊക്കെ നോക്കണമെന്നും മഹദിയായ തന്റെ ഫാത്തിമ എന്ന പൊന്നുമോളുടെ അരികെ നിൽക്കുകയാണ് ഖദീജ റളിയല്ലാഹു തആല അൻഹാ. ഖദീജ ബീവി ഫാത്തിമ എന്ന പൊന്നുമോളെ വഅശാറത ഇലൈഹാ, ഫാത്തിമയിലേക്ക് വിരൽ ചൂണ്ടിയിട്ട് നബിയുനാ റസൂലുള്ളാഹി തങ്ങളോട് ഖദീജ ബീവി പറയുകയാണ്, യാ റസൂലല്ലാഹ്, എന്റെ മകൾ എനിക്ക് ശേഷം യതീമാണ് നബിയേ, ഫൈനഹാ ബഅദി ഗരീബത്തുൻ യതീമാ لا تضربن على خدها أحد من نساء المشرك أحد من نساء القريش. നബിയുനാ റസൂലുള്ളാഹി തങ്ങളോട് പറഞ്ഞു, ഖുറൈശികളിൽപ്പെട്ട ഒരൊറ്റ പെണ്ണുങ്ങളെ കൊണ്ട് എന്റെ മോളുടെ കരണ തടിക്കാൻ അങ്ങ് അനുവദിക്കരുത് നബിയേ. എന്റെ മകളോട് ദേഷ്യപ്പെടാനോ എന്റെ മകളുടെ മുഖത്ത് നോക്കി ശബ്ദമുയർത്തി സംസാരിക്കാനോ അല്ലാഹുവിന്റെ റസൂലേ അങ്ങ് അനുവദിക്കരുതേ എന്ന് മഹദിയായ ഖദീജ ബീവി അല്ലാഹുവിന്റെ റസൂലിനോട് മരണത്തോടടുത്ത സമയത്ത് വസിയത്ത് ചെയ്യുകയാണ്. കണ്ടോ, ഭാര്യയാണ് മരിക്കാൻ പോകുന്നത്. എന്നാൽ നമ്മൾ ഒരുപക്ഷെ അത്യസന്ന നിലയിലാണ്, എന്നാൽ അറിയാലോ മാരകമായ രോഗം, നഊദുബില്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു സഹായിക്കട്ടെ അതുപോലുള്ള രോഗങ്ങളെ തൊട്ട്. പക്ഷെ മരിച്ചു പോകുമെന്നുള്ള ഉറപ്പ് വരുമ്പോൾ വിളിച്ചിട്ട് നമ്മൾ ഭർത്താവിനോട് പൊരുത്തം ചോദിച്ചിട്ട് എന്താ പറയാ, മോളെ നോക്കണം, എന്റെ മകളെ നോക്കണം, ചേട്ടന്റെ മോളെ നോക്കണം, ചിലപ്പോൾ വിധവയായ മക്കൾ, എത്തിയമായ മക്കളാണ്, അവരെയൊക്കെ നോക്കണം. അവരെ ഒന്ന് നമ്മുടെ മക്കളെ കൊണ്ടോ മുതിർന്നവരെ കൊണ്ടോ മറ്റുള്ളവരെ കൊണ്ടോ വേദനിപ്പിക്കരുത്, ആക്ഷേപിക്കരുത്, അടിക്കരുത്, കരയിക്കരുത്, അവരുടെ കണ്ണുനീര് വീട്ടിൽ വീഴരുത് എന്നുള്ള നല്ല ഉപദേശങ്ങൾ ഒരു പെണ്ണ് ചെയ്തു കൊടുക്കണം ഭർത്താവിന്റെ മുന്നിൽ. അതാ വേണ്ടത്. മനസ്സിലായില്ലേ? നമ്മുടെ മകളെന്ന് മാത്രമല്ല, നമ്മുടെ വീട്ടിൽ നിൽക്കുന്നവരെല്ലാം നല്ല നിലയിൽ കാണണമെന്ന് ഉപദേശിക്കണം. അതാണ് ഖദീജ ബീവിയിൽ നിന്ന് നമുക്ക് കിട്ടിയ ഉദാഹരണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫറുബ്ബമാ ഇടയ്ക്കിടയ്ക്ക് ആയിഷ ബീവിയോട് ഖദീജ ബീവിയെ കുറിച്ച് പറയുമായിരുന്നു. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇടയ്ക്കിടയ്ക്ക് റുബ്ബമാ ദബഹത ലഹാ ശാത ثم يقطع على ثم يبعث في صدائق خديجة. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഖദീജ ബീവിയെ ഓർത്തുകൊണ്ട് ആടറുത്ത് കഷണങ്ങളാക്കി, ഇറച്ചി കഷണങ്ങളാക്കി ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ തോഴിമാർക്ക് കൊണ്ട് കൊടുക്കുമായിരുന്നു. ഇത് കണ്ടിട്ട് സഹിക്കവയ്യാതെ ആയിഷ ബീവി ചോദിച്ചു പോയി, യാ റസൂലല്ലാഹ്, കഅല്ലം യകുൽ ലക ഫി ദുനിയാ ഇല്ലാ ഖദീജ, അങ്ങേക്ക് ദുനിയാവിൽ ഖദീജയല്ലാതെ ഒരു ഭാര്യയില്ലേ? കുറുമ്പ് പെണ്ണുങ്ങളുടെ സ്വഭാവം കണ്ടോ? ഖദീജ ബീവിക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്രയൊക്കെ നന്മ ചെയ്തപ്പോൾ ആയിഷ ബീവിക്ക് പിടിക്കുന്നില്ല. അപ്പം പിന്നെ ഇവിടുത്തെ നാടൻ പെണ്ണുങ്ങൾക്ക് പിടിക്കുമോ? ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾക്കിടയിലേ അസൂയാണ്. പിന്നെ നമ്മുടെ നാടൻ പെണ്ണുങ്ങളുടെ കാര്യം പറയണോ? വടക്കന്തലക്കാരി പെണ്ണുങ്ങളുടെ കാര്യം പറയണോ? പറയണോ സംഭവം? ഇടയ്ക്കൊന്ന് പോയിരുന്നു പറഞ്ഞു നോക്ക്, ചുമ്മാ രാത്രി തമാശയ്ക്ക് പെണ്ണുമ്പിള്ളടുത്ത് പറഞ്ഞു നോക്ക്, നിന്നെ കൊണ്ട് കടിഞ്ച ഇടാൻ പോലും പറഞ്ഞിട്ടില്ല. ആരിഫടുത്ത് കാണും പറഞ്ഞിരുന്നെങ്കിൽ ഇറങ്ങിപ്പോ ആരിഫാടെ വെട്ടിപ്പോ ആളെ തീർന്ന് ചവിട്ടി എടുത്ത് പൊക്കി എടുത്ത് ഇറങ്ങി തീർന്നു. അബദ്ധത്തിലങ്ങ് വന്നു പോകല്ലേ. ഞാൻ ആരിഫ എന്നല്ല പറഞ്ഞത്, ആരിഫായിട്ട് ജീവിച്ചാൽ മതിയായിരുന്നു. അള്ളാഹുവിന്റെ ആരിഫായിട്ട് ജീവിച്ചാൽ റിഫായി ഷെയ്ഖിനെ പോലെ ജീവിക്കാൻ കഴിയായിരുന്നു. അങ്ങനെ പറഞ്ഞാൽ നീ ആരിഫാന്ന് തെറ്റിദ്ധരിച്ചു പോയല്ലോ. അയ്യോ, അങ്ങനെ പറഞ്ഞാണ് എന്റെയൊക്കെ. അങ്ങനെ എന്തെങ്കിലും തവീൽ ചെയ്യാൻ പറ്റിയ പേരെ പറയാം, അല്ലാത്തതൊന്നും പറഞ്ഞു പോകരുത്. എന്തെങ്കിലും വീണാൽ ഉരുളാൻ പറ്റിയ ഒരു കേസ് കേട്ടേ പറയാം. അല്ലാതെ അയൽവക്കത്തെ ആരിഫാടെ കാര്യം പറഞ്ഞാൽ നമ്മളത് കാര്യത്തിൽ കട്ടപ്പോകാം. നേരം വിളക്കുമ്പോൾ എഴുന്നേക്കും ഇന്നാലില്ലായി വൈകുന്നേരം രാജ്യം എന്തെങ്കിലുമൊക്കെ തന്നാളെയും. പെണ്ണുങ്ങൾ തന്നെ അങ്ങനെയാണ്. അല്ലോ ഇതുപോലത്തെ ഒരു സാധനം
വലാ തഅമൻ സമാനക ഖത്തു ഉൻസ വലോ ഖാലത് നസലത മിനസ് സമായി. ആകാശത്ത് നിന്ന് ഇറങ്ങി വന്നാന്ന് പറഞ്ഞാലും പെണ്ണുങ്ങളെ വിശ്വസിക്കരുത് എന്നാണ്. ആകാശത്ത് നിന്ന് ഇറങ്ങി വന്നവളാണെന്ന് പറഞ്ഞാൽ പോലും ഈ പെണ്ണുങ്ങളെ വിശ്വസിക്കരുത് എന്നാണ്. അപ്പം ഖദീജ ബീവിയുടെ ആയിഷ ബീവിയുടെ ഒക്കെ സംഭവം തന്നെ നമുക്കൊരു തെളിവല്ലേ. ഖദീജ ബി ആയിഷ റളിയല്ലാഹു തആല അൻഹ ഇടയ്ക്കിടയ്ക്ക് നബിതങ്ങളുമായിട്ട് യാത്ര ചെയ്യുന്ന കൂട്ടത്തിൽ ഇങ്ങനെയൊക്കെ ഖദീജ ബിയുടെ സംഭവങ്ങളൊക്കെ പറയുമ്പോൾ ആയിഷ ബീവിക്ക് ഹാലളാവും. അപ്പൊ പറയുന്ന വാക്കാണ്, നിങ്ങൾക്കൊരു ഖദീജ ഉണ്ട്, ഖദീജ എപ്പോഴും ഖദീജ ഖദീജ ഖദീജ, ഞങ്ങളൊന്നും പെണ്ണുങ്ങളല്ലേ നബിയെ, ഞങ്ങളൊന്നും പെണ്ണുങ്ങളല്ലേ നബിയെ, അങ്ങനെ പറയുന്ന കുറുമ്പ്, ഭയങ്കര കുറുമ്പുകാരിയാ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് മൃദുലമായി മയമായിട്ടേ പെരുമാറിയിരുന്നുള്ളൂ. അതായിരുന്നു നബി തങ്ങളുടെ ശൈലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 11-12 ഭാര്യമാരിൽ ഒരാളെ പോലും അല്ലാഹുവിന്റെ റസൂല് വേദനിപ്പിച്ചിട്ട് ഇല്ല. പഞ്ച് കൊടുക്കാറായി കാണില്ലേ? ഇതെല്ലാം കൊണ്ടുവരുമ്പോ അതിന്റെ തെളിവ് അതായിരുന്നു. അവിടെ ഒരു ഉമ്മ മരിക്കാൻ, ഒരാൾ സഹാബി മരിക്കാറായി കിടക്കുന്നു. ഞാൻ അങ്ങോട്ട് പോയില്ല, അതിനിടയ്ക്ക് ഇങ്ങനെ കയറി വന്നതാണ് സംഭവം. സമയമുണ്ടല്ലേ? 10-15 മിനിറ്റ് പറയാം. അല്ല, എന്തായാലും നിലവറ തുറന്നല്ലോ. നിലവറ തുറക്കാൻ വേണ്ടിയിട്ടായിരുന്നല്ലോ നമ്മൾ ഇത്ര നേരം കഷ്ടപ്പെട്ടു. നിലവറ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതുകൊണ്ടാണ് ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയെ ഇത്രത്തോളം സ്നേഹിച്ചതും അവർ രണ്ടുപേരുമുള്ള കുടുംബജീവിതത്തിൽ സന്തോഷം പങ്കിട്ടതും. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിപൂർണ്ണ തൃപ്തനായിട്ടാണ് ഖദീജ ബീവി ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയത്. അവർക്കിടയിൽ ഒരു വിഷമവുമില്ല, ഒരു പ്രയാസവും, ഒരു ബുദ്ധിമുട്ടുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുന്ന സമയത്ത് ആയിഷ ബീവി തൃപ്തിയായിരുന്നു. അതാണ് നമ്മൾ മനസ്സിലാക്കണം. ഭാര്യയും ഭർത്താവ് രണ്ടു കൂട്ടരും തൃപ്തിപ്പെടണം. ഇന്ന് പോയിട്ട് പൊരുത്തം ചോദിച്ചോണ്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ കടമ, നിങ്ങളുടെ ഭാഗത്തു നിന്ന് ന്യൂനതകളൊക്കെ ഉണ്ടാകും, അത് നിങ്ങൾ പരിഹരിക്കണം. അത് ശരിയാണ്. ഇടയ്ക്കൊക്കെ അവളെയൊക്കെ കൊണ്ടുപോയി കറങ്ങാനൊക്കെ ഒന്ന് കൊണ്ടുപോകണം. നമ്മുടെ ചിലപ്പോൾ അതിന്റെ ദേശീയ പെണ്ണുങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു സാധനം എന്ന് പറഞ്ഞാൽ 2 കാര്യമാണ്. ഒന്ന്, കറങ്ങാൻ കൊണ്ടുപോയ ഭയങ്കര കറങ്ങാൻ കൊണ്ടുപോകുന്ന കൂട്ടത്തിൽ നമ്മൾ വാങ്ങിച്ചു കൊടുക്കുന്നത് കടയിൽ കൊണ്ട് കയറ്റിയേക്കണം. ബില്ല് മാത്രം നമ്മൾ അടയ്ക്കുക. അവളെ അങ്ങ് വിട്ട കടന്ന് മേടിച്ചു കൊടുക്കാൻ. അത് ചുരിദാറോ ഒക്കെ മേടിക്കാം. നമ്മളാവുമ്പോൾ 1800 രൂപയ്ക്ക് സാധനം വാങ്ങിക്കും, അവളാവുമ്പോൾ 17,700 രൂപയ്ക്ക് സാധനം വാങ്ങിക്കും. അത്രയുള്ളൂ വ്യത്യാസം. അവിടെ അങ്ങോട്ട് വിട്ടേക്കണം. അതാണ് അവരുടെ ഇഷ്ടം. അല്ല നമ്മൾ പോയിട്ട് മേടിച്ചു കൊടുക്കുന്നതൊന്നും അല്ല. നിന്റെ ഇക്ക അല്ല ഞാൻ വാങ്ങിച്ചു തരുന്നത്, അതല്ല എനിക്ക് ഇഷ്ടം, അതല്ല എനിക്ക് നല്ലത്. അതല്ല ഇക്ക തന്നെ ശരിയാണ്. നിങ്ങൾക്ക് അല്ല ചില സ്ഥലത്തൊക്കെ അളവൊന്നും നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾക്ക് പറയുന്ന ആളെക്കടായി ഞങ്ങൾ പോയി മേടിച്ചോളാം, അതൊക്കെ വേണ്ട ഞങ്ങൾ പോയി മേടിച്ചോളാം. എന്നാലും 17,000 രൂപ അളവുണ്ടോ ഉടച്ചവർ? ഇത്രയ്ക്ക് വലിയ അളവൊക്കെ എന്താ? അതൊക്കെ ഇച്ചിരി കടുപ്പമായി പോയല്ലോ സംഭവം. നമ്മൾ ഹൗസ് ഡ്രൈവറിന്റെ കൂട്ടി വെളിയിൽ നിന്നോണം. എല്ലാം കഴിഞ്ഞിട്ട് ഇക്ക പോയിട്ട് ഒരു ചായ എല്ലാം ജ്യൂസ് എല്ലാം കുടിച്ചിട്ട് കറങ്ങി പള്ളി പോയി നിസ്കരിച്ചിട്ട് പോവാ. ഞാൻ ഇതെല്ലാം കഴിയുമ്പോൾ മിസ് കാൾ അടിക്കാൻ വിളിക്കാന്നില്ല. അത് മിസ് കാളെ വിളിക്കത്തുമില്ല. എല്ലാം കഴിയുമ്പോൾ ATM ഇതുമായിട്ട് അങ്ങോട്ട് പോയാൽ മതി. അൽഹംദുലില്ലാ, ഭയങ്കര സന്തോഷമായിരിക്കും. അന്നത്തെ രാത്രിത്തെ ഉറക്കം മാഷാ അല്ലാഹ് സ്വർഗത്തിൽ തുടങ്ങുന്ന പോലെയാ. ഭയങ്കര സന്തോഷമാണ്. അപ്പൊ ഇവർക്ക് പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന സ്വർണം മേടിച്ചു കൊടുത്താൽ ഭയങ്കര സന്തോഷമാണ്. ഈ സ്വർണം ഈ ഭൂലോകം മൊത്തം കൊണ്ട് വെച്ച് കൊടുത്താലും അതിന്റെ ഇടയ്ക്ക് നിന്ന് കുളിപ്പിച്ചാൽ പിന്നെയും കിട്ടിയ വരട്ടെ എന്നേ പറയുള്ളൂ. അപ്പൊ ഈ അടുത്ത സമയത്ത് കാസർഗോഡ് ഒരു കല്യാണം നടന്നു. 700 പവൻ. എന്റെ പൊന്നോ, എവിടൊക്കെ കൊണ്ടാ ഇടുന്ന 700 പവൻ. ചെറുക്കൻ അങ്ങോട്ട് കാണാൻ പോയപ്പോ 200 പവൻ, തിരിച്ച് 700 പവൻ. എവിടുന്നപ്പ ഈ ഇത്രയും പവനൊക്കെ കിട്ടുന്നത്? ഒരു ജുവലറുടെ ഇവർ കൊണ്ടുപോയിട്ട്. അപ്പൊ ഇതൊക്കെ കിട്ടിയിടുന്നല്ലേ, അതിലൊന്നും വലിയൊരു റാഹത്തില്ല ബീവി. അതിലെന്താ ഒരു സംഭവം? അതിലൊക്കെ എന്താ റാഹത്തിരിക്കുന്നത്? അതിലൊന്നും വലിയൊരു റാഹത്തൊന്നുമില്ല. അതൊന്നുമല്ല, കൊടുക്കലോ വാങ്ങലോ ഒന്നുമല്ല. ഒരു ഭർത്താവ് ഇഷ്ടപ്പെട്ട് നിനക്ക് വാങ്ങിത്തരുന്ന ഡ്രസ്സുകള്, ഭർത്താവ് ഇഷ്ടപ്പെട്ട് വാങ്ങിത്തരുന്ന സ്വർണം, ഭർത്താവിന്റെ ഇഷ്ടപ്രകാരമുള്ള ചെരുപ്പ്, ഇക്കാക്ക് ഇഷ്ടമുള്ള വാങ്ങിത്താക്ക, ഇക്കാക്ക് ഇഷ്ടമുള്ള സ്വർണ്ണം. അങ്ങനെ ഒരു ഭാര്യ പറഞ്ഞ അതല്ലേ ഭാര്യ. അതല്ലാത്തതൊക്കെ വെറുതെയാണ് ഭാര്യ. അതാണ് എന്റെ അർത്ഥം. സ്വന്തമായിട്ട് അവളുടെ സ്വന്തം ഇഷ്ടം, ഇക്കാടെ ഇഷ്ടമുള്ളത് വാങ്ങിക്കൊണ്ടു അൽഹംദുലില്ലാ, ഞാൻ അതിൽ തൃപ്തിയാണ് പൂർണ്ണമായിട്ട്. നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ മഹദിയാണ് ആയിഷ സിദ്ദീഖ. ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ വിയോഗത്തിന് ശേഷം അല്ലാഹുവിന്റെ റസൂലിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അല്ലാഹു അറിയിച്ചതാണ് ആയിഷ ബീവിയെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ. ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ കുടുംബജീവിതവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നബിയുനാ റസൂലുള്ളാഹി തങ്ങളെ സന്തോഷത്തോടെ ജീവിതം നയിച്ചു. ഈ ലോകത്തോട് വിട പറയുന്ന വേളയിൽ ഖദീജ ആയിഷ ബീവി പറയുകയായി, ഇന്ന മിൻ നിഅമില്ലാഹി അലയ്യ അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൂഫിയ ഫീ ബൈതി വബൈന സഹരി വനഹരി.
നബി തങ്ങൾ മരിക്കാൻ പോവുകയാണ്. നബി തങ്ങളുടെ വഫാത്തിന്റെ സമയമാണ്. നബി തങ്ങൾ ഈ ലോകത്തോട് വിട പറയുന്ന വേളയാണ്. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹാ നബിയുനാ റസൂലുള്ളാഹി തങ്ങളെ തന്റെ നെഞ്ചോട് ചേർത്ത് കിടത്തിയിരിക്കുകയാണ്. ആയിഷ ബീവി പറഞ്ഞ വാക്ക് ഇന്ന മിൻ നിഅമില്ലാഹി അലയ്യ, അല്ലാഹു എൻ്റെ മേൽ ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൂഫിയ ഫീ ബൈതി വഫീ യൗമി വബൈന സഹരി വനഹരി. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ എൻ്റെ ചാരത്ത് കിടന്നാണ് മരിച്ചത്, എൻ്റെ വീട്ടിൽ വെച്ചാണ് മരിച്ചത്, എനിക്കുള്ള ദിവസത്തിലാണ് മരിച്ചത്. അല്ലാഹു എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം അതാണ്. കണ്ടോ, ഒരു ഭർത്താവ് മരിക്കുന്ന സമയത്ത് ഭാര്യയുടെ നെഞ്ചിൽ കിടന്ന് മരിച്ചു. അതാണ് എനിക്ക് അല്ലാഹു ചെയ്ത അനുഗ്രഹത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം. ഒരു ഭാര്യ അതല്ലേ ആഗ്രഹിക്കേണ്ടത്? എന്റെ ഭർത്താവിനെ ഞാൻ നല്ല സന്തോഷത്തോടു കൂടി, അദ്ദേഹമാണ് ആദ്യം മരിക്കുന്നതെങ്കിൽ, ഒരുപക്ഷെ രോഗശയ്യയിലാണെങ്കിൽ ഞാനായിരിക്കും അടുത്ത് എപ്പോഴും ഖിദ്മത്ത്, എന്റെ മടിയിൽ കിടന്ന് മരിക്കട്ടെ, എന്റെ കൈ കൊണ്ട് വെള്ളം കുടിച്ച് മരിക്കട്ടെ, എന്റെ തലോടലിൽ മരിക്കട്ടെ. അതാണ് ഭാര്യ, അതാണ് സന്തോഷം, ഏറ്റവും വലിയ ഭാഗ്യമാണ്. നബീന റസൂലുള്ളാഹി തങ്ങളുടെ മഹദിയായ ആയിഷ ബീവി പറയുകയാണ്, വീണ്ടും അല്ലാഹു എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹം വജഅല ബൈന റീഖി വരീഖിഹി, എന്റെ ഉമിനീരും നബി തങ്ങളുടെ ഉമിനീരും മരണവേളയിൽ അല്ലാഹു യോജിപ്പിച്ചു എന്നത് എനിക്ക് അല്ലാഹു ചെയ്ത അനുഗ്രഹങ്ങളെ ഏറ്റവും വലിയ അനുഗ്രഹമത്രേ. ആയിഷ ബീവി റളിയല്ലാഹു തആല പറഞ്ഞ വാക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പല്ല് തേച്ചു കൊടുത്തു ആയിഷ ബീവി മരിക്കുന്ന സമയത്ത്. ഇതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണം കേട്ടോ സഹോദരിമാരെ, ചെയ്തു കൊടുക്കണം. സുഖമില്ലാതെ കിടക്കുകയാണ്, ചിലപ്പോൾ അത്യസന്ന നിലയിലൊക്കെയാണെന്നറിയാലോ. ഇപ്പൊ വയസ്സായ ഉമ്മ മാപ്പാക്ക് ഭാര്യ ഭർത്താക്കന്മാരൊക്കെ ഇല്ലേ, ഇതൊക്കെ ചിന്തിക്കണം. ആ സമയത്ത് മിസ്വാക്ക് ചെയ്തു കൊടുക്കണം. ആ മിസ്വാക്ക് എന്ന് പറഞ്ഞാൽ സ്വന്തം ഭാര്യ പല്ലുകൊണ്ട് കടിക്കണം, കടിച്ചിട്ട് ഒന്ന് നേർമയുള്ള ആക്കിയിട്ട് മയമാക്കിയിട്ട് ഒന്ന് തേച്ചു കൊടുക്കണം, കഴുകാതെ. അതാണ് ഇവരുടെ തുപ്പലും അവരുടെ തുപ്പലും, ഇവരുടെ ഉമ്മനീരും അവരുടെ ഉമ്മനീരും കൂടെ യോജിക്കും. അതാണ് ആയിഷ ബീവി പറഞ്ഞത്, എനിക്ക് എന്റെ റസൂല്, എനിക്ക് എന്റെ റബ്ബ് ചെയ്ത അനുഗ്രഹങ്ങൾ ഏറ്റവും വലിയ അനുഗ്രഹം വജഅല ബൈന റീഖി വരീഖിഹി, എന്റെ ഉമ്മനീരും നബി തങ്ങളുടെ ഉമ്മനീരും അല്ലാഹു യോജിപ്പിച്ചു അത്രേ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹാ നബി തങ്ങളോട് ചോദിച്ചു, നബിയെ മിസ്വാക്ക് ചെയ്യട്ടെയോ? അല്ലാഹുവിന്റെ റസൂൽ ഫഅശാറ ബിറഅസിഹി അൻഅം, തന്റെ തല കൊണ്ട് ആംഗ്യം കാണിച്ചു. അതെ ആയിഷ, ഞാൻ മിസ്വാക്ക് എടുത്തിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, ഉലയ്യനുഹു ലക യാ റസൂലല്ലാഹ്. നോക്കണേ, ഒരു അദബാണ്, മര്യാദയാണ്. മിസ്വാക്ക് കൊണ്ടുവന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മിസ്വാക്ക് ചെയ്യാൻ പ്രയാസമായിരുന്നു. മിസ്വാക്ക് എന്ന് പറഞ്ഞാൽ തടിക്കഷ്ണം, അതിനെയോ കടിച്ച് ഒക്കെ ഒന്ന് നേർമയാക്കണം, നേർമയുള്ളതാക്കണം. പക്ഷെ നബിതങ്ങളോട് ആയിഷ ആ സമയത്ത് ചോദിച്ചു, നബിയെ ഉലയ്യിനുഹു ലക യാ റസൂലല്ലാഹ്, ഞാൻ കടിച്ച് മയമാക്കി തരട്ടെ നബിയെ? കണ്ടോ, അഥവാ ഭർത്താവിനോട് അവിടെയും ചോദിച്ചു. സുഖമില്ലാതെ കിടക്കുമ്പോ നമ്മുടെ ഇഷ്ട അനുസരിച്ച് തൊള്ള അങ്ങോട്ട് തുറന്ന് ജ്യൂസ് അടിച്ച് അങ്ങോട്ട് വായിക്കാത്തോട്ട് കൊത്തിക്കറ്റി തിന്ന് മനുഷ്യ ആന്റിബയോട്ടിക് അടിക്കാനുള്ളതല്ലേ കേട്ട് ഇതങ്ങോട്ട് കേട്ട് വേണ്ടെന്ന് പറഞ്ഞാലും പിന്നെ തള്ളിക്കറ്റ, വേണ്ട പറഞ്ഞ അടക്കത്തില്ല, ഒന്നും കയറ്റി അല്ലെങ്കിൽ ചാവ്, രണ്ടല്ലെന്ന് ഉറപ്പാണ്. അങ്ങനെയൊക്കെയാണോ ചെയ്യാ? പാവം, അതൊക്കെയാണോ ഒരു രോഗിയുടെ ഒന്ന് പരിഗണിക്ക്, എന്റെ പൊന്നു പെങ്ങളെ ഒന്ന് പരിഗണിക്ക്. ഇതൊക്കെ ഭാര്യയും ഭർത്താക്കന്മാരും സ്വർഗത്തിലും നിങ്ങൾ തന്നെയാ. അല്ലോ, ഇതിനെയാണ് ഇനി എനിക്ക് എവിടെയും കിട്ടുക. പോയി, എന്റെ എല്ലാം പോയി, എന്റെ ആഗ്രഹം എല്ലാം പോയി, തീർന്നു. എനിക്കിനി മരിക്കണമെന്നേ ഇല്ല. പടച്ച റബ്ബേ, 766 കൊളസ്ട്രോളും 320 ഷുഗർ, 415 പ്രഷർ, ഇതിനെ സ്വർഗത്തിൽ കിട്ടി എനിക്ക് അവിടെയും പൊക്കിക്കൊണ്ട് ക്ലിനിക്ക് തിരക്കി കിടക്കാനൊന്നും എന്നെ കൊണ്ടുപോയി, അവിടെ കഞ്ഞി അരച്ചു കൊടുക്കാനൊന്നും എന്നെ കൊണ്ടൊന്നും വയ്യ. പടച്ചവൻ ആപ്പിൾ ജ്യൂസ് എവിടെ കിട്ടാനാ? എന്റെ റബ്ബേ, ഇനി എനിക്ക് മരിക്കണ്ട. എന്റെ റബ്ബേ, പോയില്ലേ പെണ്ണുങ്ങൾ അങ്ങനെയല്ലേ ആഗ്രഹിക്കുന്നത്, ഇതിനെ അവിടെ കിട്ടുമെന്ന്. അല്ലാ, അപ്പൊ നിങ്ങളെ ഞങ്ങൾക്കാണല്ലോ കിട്ടുക, നിങ്ങളെ തന്നെയാണ് നമുക്കും കിട്ടുക. അത് അങ്ങനെ ചിന്തിക്കരുത്. അവിടെ പോകുമ്പോൾ നമ്മൾ ഈ കോലത്തിലൊന്നുമല്ല നമ്മളെ ചെറുപ്പക്കാരിയാക്കി, നമ്മൾ പോലും അറിയില്ല നമ്മളാണോ എന്നുള്ളത്. ആ കോലത്തിൽ അല്ലാഹു മാറ്റി റാഹത്താക്കി തരും. അങ്ങനെ ആഗ്രഹിക്കാവും. ഇവിടുത്തെ ഭർത്താവിനെ തന്നെ എനിക്ക് അവിടെയും കിട്ടണം, ഇവിടുത്തെ ഭാര്യയെ തന്നെ എനിക്ക് അവിടെയും കിട്ടണം, അങ്ങനെ ആഗ്രഹിക്കണം. അതല്ലേ റാഹത്ത്, അതല്ലേ ഒരു കുടുംബ ജീവിതം.
അപ്പൊ അവിടെ ഹൂറി ഹൂറി എന്നും പറഞ്ഞ് നടന്നിട്ട് കാര്യമുണ്ടോ? പിന്നെ ഇവിടുത്തെ ഹൂറി ആരെന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ കിടന്ന് നമുക്ക് എന്തെല്ലാം ചെയ്തെന്നു, തുണി അലക്കി തന്ന്, വസ്ത്രം കഴുകി തന്ന്, നിങ്ങൾക്ക് വേണ്ട എന്തെല്ലാം ഹിദ്മത്തുകളൊക്കെ ചെയ്തു തന്നിട്ട് ഇവളെ വേണ്ടാതെ ഇവളെ കളഞ്ഞിട്ടുണ്ട്, സ്വർഗത്തിൽ പോയിട്ട് ഹൂറിയെ മാത്രം കെട്ടി നടന്നാൽ അത് പിന്നെ സൈഡിൽ അത് കിടന്നുള്ളൂ, അത് വിഷയമില്ല. അവിടെ പെറ്റിയൊന്നുമില്ല, അവിടെ കള്ളക്കേസൊന്നുമില്ല. അത് അള്ളാഹ് ഫ്രീ ആയിട്ട് അള്ളാഹ് തരുന്നതാണ്. അതൊന്നും ലൈനോടെ ഇന്നൽ ഫിൽ ജന്നത്തിലെ സൂഖ, ഒരു സൂഖ് തന്നെ ഉണ്ടെന്നാ പറഞ്ഞത്. സൂഖ്, ഇന്നത്തെ സൂഖ്, ഇന്ന് നമ്മൾ മാളിൽ പോകുന്നില്ലേ, മാളിൽ പോകുന്നതിന് ലൈൻ അടിക്കാനാ പോകുന്നത്, സാധനം മേടിക്കാനൊന്നും അല്ല. ഇവൻ ഇവിടെ പോയിട്ട് ഷോപ്പിംഗ് മാളിൽ ചുമ്മാ ലുലുവിൽ കയറി ഇങ്ങനെ കറങ്ങി കിടന്ന ആ പെണ്ണിന്റെ ഫോട്ടോ ഇപ്പോഴത്തെ ഫോട്ടോ അവിടെ നിർത്തി അവൾ മാറ്റി നമ്പർ മേടിക്കാനും ബ്ലൂടൂത്തിൽ അങ്ങോട്ട് നമ്പർ മെസ്സേജ് അതിന് വേണ്ടിട്ട് പോകുന്നതാണ്. അല്ല എന്തോ സാധനം മേടിക്കാൻ ഒരു ബ്രഷ് വാങ്ങിക്കണം 412 കൊടുക്കണം, ലുലു പോയിട്ട് 412 ബ്രഷ് മേടിച്ചു 12 കൊടുത്ത് മയ്യത്തോണിയുടെ വാക്ക് കിട്ടി അത് കൊടുക്കാൻ നടക്കുകയാണ് ഇവൻ. എവിടെയെങ്കിലും ബാക്കി കിടപ്പുണ്ടെങ്കിൽ ഇവനാ 412 ബ്രഷ് മേടിക്കാൻ പോകുന്നത്. അങ്ങനെയുള്ള ആളാ. അപ്പൊ അതുകൊണ്ട് പോകുന്നത് എന്തിനാണ്? സൂക്കിൽ പോയാൽ പെണ്ണുങ്ങളെ കാണാം. അപ്പൊ അള്ളാഹു തആല നാളെ സ്വർഗത്തിൽ ഇതേപോലെ ഒരു സൂക്ക് വെച്ചിട്ടുണ്ട്, മാൾ. അങ്ങനെ വുമൻസ് മാൾ എന്നാണ് അതിന്റെ പേര്. അപ്പൊ അതിന് നിങ്ങൾക്ക് ഇഷ്ടം അനുസരിച്ചുള്ളതിനെ കിട്ടും. ആവിയുടെയൊക്കെ ചിരിയുണ്ടില്ലേ, ആവിയൊക്കെ അപ്പളെ ഓടുക പോക്ക. എല്ലാവരും ആഗ്രഹമുണ്ട്, നമ്മളും വിടുവോ? ഈ പീസ് പോകുന്നുണ്ടോ അയാൾ ഓട്ടം കണ്ടില്ലോ നിങ്ങളും പറയും. അന്നേരമൊന്നും ആരും അന്വേഷിക്കാൻ നിൽക്കൂല. അബീബാവു കിട്ടുന്നതിനൊക്കെ ഓടിച്ചാടി പിടിക്കില്ല എന്നല്ലേ അവിടെ സംഭവം. ആരാ ഇപ്പൊ അന്വേഷിക്കാൻ പോകുന്നത്? ഈ ഡിസംബർ 31 അന്ന് രാത്രി 12 മണിക്ക് ബീച്ചിൽ ലൈറ്റ് അടയ്ക്കുന്ന നോക്കി ഇരിക്കും ഓരോരുത്തർ. ആരുടെ പിറകെ പോയി നിൽക്കണം, ആരുടെ പിറകെ പോയി നിൽക്കണം. നേരത്തെ 11:55 ആകുമ്പോഴേ പോയി നിൽക്കും എന്നത് പറയുന്ന പോലെ സ്വർഗത്തിൽ ഓടി. അതിന്റെ ഒന്നും ആവശ്യമില്ല, ഓടേണ്ട ആവശ്യമില്ല. അള്ളാഹ് നമുക്ക് ഇഷ്ടമുള്ളതിന് തരും. ക്ഷമിക്കണ്ട, നമ്മുടെ ഭാര്യയും കിട്ടും, നമ്മുടെ ഭർത്താവിനും കിട്ടും, നമ്മുടെ മക്കളെയും കിട്ടും. അല്ലാഹു ആ കുടുംബത്തോടു കൂടി സ്വർഗ്ഗത്തിൽ താമസിക്കാൻ തൗഫീഖ് തരട്ടെ. അതാണ് ജന്നാത്തു അദ്ൻ യദ്ഖുലൂനഹാ വമാ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം. അദ്നെന്ന് പറയുന്ന സ്വർഗ്ഗം, അവിടെ മാതാപിതാക്കളും ഭാര്യ ഭർത്താക്കന്മാരും കുടുംബസമേതം അവരവിടെ താമസിക്കുമത്രേ. വൽ മലായികതു യദ്ഖുലൂന ഫീഹാ മിൻ കുല്ലി ബാബ്. മലാക്കമാർ സ്വർഗ്ഗത്തിന്റെ പല വാതിലുകളിലൂടെ അവരുടെ ഇടയിലേക്ക് കടന്നു വന്നിട്ട് മംഗളാശംസ നേരുകയാ. സലാം അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ചതിന്റെ ഫലമായി അല്ലാഹു നിങ്ങൾക്ക് സുഖലോലുപരായി ജീവിക്കാൻ എല്ലാ സൗകര്യങ്ങളും നൽകിയില്ലേ. സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖബദ്ദാർ. സന്തോഷം. സുവാട്ട് കഴിഞ്ഞോ. ഞങ്ങൾ ഇനി സ്വർഗത്തിലെ കട്ടുറുമ്പാകാൻ ഞങ്ങൾ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് മലക്കള് എഴുതാനോ നോക്കാനോ ഒന്നുമില്ല, CCTV പോലും ഇല്ല അവിടെ. ഇഷ്ടനുസരിച്ചാകാം എന്നാണ്. എന്നാൽ നമ്മുടെ ഇവിടുത്തെ ഭാര്യയാണ് അള്ളാഹുടെ നൽകുന്നത്, ഇവിടുത്തെ ഭർത്താവിനാണ്. അതുകൊണ്ട് മരിക്കുന്ന സമയത്ത് സന്തോഷത്തോടെ മരിക്കണം. അതാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, എനിക്ക് അള്ളാഹു ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹമാണ് എന്റെ ഭർത്താവിന്, എന്റെ ഹബീബിന് ഞാൻ എന്റെ ഉമനീര് പുരണ്ട ആ മിസ്വാക്ക് കൊണ്ട് പല്ല് തേച്ചു കൊടുത്തു. ആയിഷ ബീവി പല്ല് തേച്ചിട്ട് അതേപോലെ നബി തങ്ങൾ തേച്ചു കൊടുത്ത് കഴിയില്ല. അവരുടെ രണ്ടുപേരുടെ ഉമ്മനീര് യോജിച്ചില്ല മരിക്കുന്ന സമയത്ത്. അതാണ് ഏറ്റവും വലിയ ബർക്കത്ത്. അതാണ് ഏറ്റവും വലിയ. ഇന്നമാ ഫഅലത ദാലിക ബൈന സൗജി വസ്സൗജതി മിനൽ ഇൻബിസാദ്. ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള മനോബന്ധം, ആത്മീയ ബന്ധം, അത് നിലനിൽക്കുന്നതിന്റെ ഭാഗമാണ് ഭാര്യയുടെയും ഭർത്താവിന്റെയും ഉമ്മനീര് തമ്മിൽ യോജിക്കുക. അതാണ് വിളിച്ച് വെള്ളം കുടിച്ചിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞത്. ഇച്ചിരി വെള്ളം കുടിച്ചിട്ട് അവളും കൊടുക്കണം, അവള് കുടിച്ചത് നമ്മളും കുടിക്കണം. നമ്മൾ കുടിച്ചത് അവള് കുടിക്കും, പക്ഷെ അവള് കുടിച്ചത് നമുക്ക് കുടിക്കുന്ന ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ചോറൊക്കെ ഇളക്കിയിട്ടിട്ട് അവക്കൂടെ കൊടുക്കണം. അത് വേണമെങ്കിൽ അവള് തിന്നും, ഗതിയില്ലാതെ കൊണ്ട്. അവൾ ഇളക്കിയത് നമ്മൾ തിന്നണം, പറ്റുമോ? അതാണ് സംഭവം. അതാണ് യഥാർത്ഥത്തിലുള്ള കുടുംബ ജീവിതത്തിന്റെ ശ്രേഷ്ഠത എന്ന് പറയുന്നത്. തന്നെ അവൾ ഇളക്കിയത് നമ്മൾ തിന്നണം. അവളൊക്കെ ഇളക്കിയതല്ല, അവലും പഴമൊക്കെ ഇളക്കിക്കൊണ്ട് തരുമ്പോൾ നമ്മളറിയാം. നമ്മളൊക്കെ ചില വടക്കൻ വീട്ടിലൊക്കെ വടക്കോട്ടൊക്കെ പോകുമ്പോൾ ഒരാൾ എന്നെ വിളിച്ചു പറഞ്ഞു, കണ്ണൂർ ഞാൻ പോയപ്പോൾ ഏത് സമയത്ത്, ആ ഉസ്താദിന് അവല് ഇളക്കിയത് നല്ലതാണ്, അതും ചായ. ഞാൻ പറഞ്ഞു, കൈയിട്ട് ഇളക്കിയതെന്ന് എനിക്ക് വേണ്ട. അവല് ഇളക്കിയത് എന്തായാലും പെണ്ണുങ്ങൾ കൈയിട്ട് ഇളക്കാതില്ലേ, അതെന്തായാലും നമ്മൾ കാണുന്നല്ലേ. ഇങ്ങനെ നിൽക്കുമ്പോൾ ഇതിനിടയ്ക്കൂടെ ഒക്കെ ഇങ്ങനെ ചാടുക. അതൊക്കെ തിന്നുന്ന ടേസ്റ്റാ തിന്നാനൊക്കെ സംഭവം. പക്ഷെ എന്നാലും കാണാതിരുന്നാൽ, ഇയാൾ വിളിച്ച് പറയാതിരുന്നാൽ കുഴപ്പമില്ലായിരുന്നു. നമ്മൾ അറിയാതെ വിളിച്ച് പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ മിക്സിക്കകത്തിട്ട് ഇറക്കാൻ വല്ല വഴിയുണ്ട്. ഇപ്പൊ എല്ലാം മിക്സ് ചെയ്യാന്നുള്ള സംഭവം. ചുമ്മാ തമാശ പറഞ്ഞാണ്. എന്റെ പെണ്ണ് പെങ്ങളെ ഞങ്ങൾ ദേഷ്യപ്പെടല്ലേ, നിങ്ങളുടെ കയ്യില്ലെങ്കിൽ നമ്മൾ കുടുങ്ങിപ്പോയത് തന്നെ സംഭവം.
എന്റെ പൊന്നെ, അതുകൊണ്ട് നബിതങ്ങൾ പറഞ്ഞ എന്താ കൈ എപ്പോഴും ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കണമെന്നാണ്. പക്ഷെ അവനും പഴവും കാണരുത് അതിനകത്ത്. അല്ലാതെ കൈ എപ്പോഴും ഇങ്ങനെ ചേർത്ത് പിടിക്കണം, സ്നേഹം വർദ്ധിക്കാൻ അതൊരു കാരണമാകുമെന്നാണ്. ഒരു ഭാര്യയും ഭർത്താവിനെ കൈകൾ തമ്മിൽ ചേർത്ത് കൂട്ടിയിണക്കിയാൽ അതിന്റെ ഇടയിലൂടെ അവരുടെ പാവങ്ങൾ കൊഴിഞ്ഞു പോകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. പാല് കഴിഞ്ഞ് പോകുമ്പോ കൈയൊക്കെ പിടിച്ചോണ്ട് പോണം കേട്ടോ, മാറിപ്പോരുത്. താത്ത വേറെ ആവരുത്. കൈ എന്നെ നബിതങ്ങൾ പറഞ്ഞല്ലേ എന്റെ കൈ കയറി പിടിക്കും. അയ്യോ നീ ഞാൻ കഴിച്ച എന്റെ കെട്ടിയോളാം. ഒരു സുന്നത്ത് ഹയാത്താക്കാൻ പോയതാ, അവസാനം ഫിത്നായ ഹയാത്താക്കേണ്ടി വരും സംഭവം. അതുകൊണ്ട് അത് സൂക്ഷിച്ചോളാം. നബിതങ്ങൾ പറഞ്ഞ വാക്കുകൾ. എന്തായാലും ബഹുമാനമുള്ള സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, അവർ തമ്മിൽ എപ്പോഴൊക്കെ വലിയ ഇടയ്ക്ക് വഴക്കുണ്ടാവും, അതേപോലെ സന്തോഷം ഉണ്ടാവും. വഴക്കുണ്ടാകണം, ഭാര്യയും ഭർത്താക്കന്മാരുടെ വഴക്കുണ്ടാകണം. പക്ഷെ ആ വഴക്കുണ്ടായിട്ട് നമ്മൾ സന്തോഷം നൽകണം, അതാണ് വേണ്ടത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബ ജീവിതത്തിൽ. അതല്ലാതെ ഭാര്യയും ഭർത്താക്കന്മാരും തമ്മിൽ ഒടുക്കത്തെ വഴക്കുണ്ടാക്കി അടിയും വഴക്കുണ്ടാക്കി ഒരു ബന്ധവുമില്ല, ഒരു സ്നേഹവും ഇല്ലാതെ കഴിഞ്ഞുകൂടലല്ല വേണ്ടത്. അത് ഏറ്റവും വലിയ തെറ്റാണ്. ഭാര്യ ഒരു റൂമില്, ഭർത്താവ് മറ്റൊരു റൂമില്. എത്ര വലിയ ായാലും പ്രശ്നമായാലും ഒരൊറ്റ രാത്രി കൊണ്ട് ആ പ്രശ്നങ്ങൾ മൊത്തം പരിഹരിക്കണം. അതാണ് യഥാർത്ഥമായ ഭാര്യയും ഭർത്താവും. ഭാര്യയെ നീ അങ്ങോട്ട് പോകണം, ഭർത്താവല്ല നിന്റെ അരികിലേക്ക് വരേണ്ടത്. അതാദ്യം പഠിച്ചോ. നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ പ്രിയതമയായ പ്രിയങ്കരിയായ ആയിഷ ബീവി പറയുകയാണ്, യാ മഅ്ശറൻ നിസാ ലൗ തഅലമന ബിഹഖ്ഖി അസ്വാജികുന്ന അലൈകുന്ന ലജഅലതൽ മർഅതു മിൻകുന്ന തംസഹുൽ ഗുബാറ അൻ ഖദമൈ സൗജിഹാ ബിഖദ്ദി വജിഹാ നിസാഉകും മിൻ അഹ്ലിൽ ജന്ന ഇദാ ആദത ഔ ഉദീത അതത സൗജഹാ حتى تضع يدها في يدي ثم تقول لا أقول لا أطعم غمضا لا أشرب غمضا حتى ترضى أو كما قال حبيبنا رسول الله. സ്വർഗസ്ത്രീയായ പെണ്ണാരാണ്, സ്വർഗസ്ത്രീയായ ഭാര്യ ഏതാണ്, സ്വർഗത്തിലെ കുടുംബിനി ആരാണ്? നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, നിന്നെ നിന്റെ ഭർത്താവ് വേദനിപ്പിച്ചു എന്നിരിക്കട്ടെ, നിനക്ക് നിന്റെ ഭർത്താവിനോട് ദേഷ്യമാണ്, പകയാണ്, വിരോധമാണ്, വിദ്വേഷമാണ്. മോളെ, നിനക്ക് സ്വർഗത്തിൽ പോകണോ? അത്തത്ത് സൗജഹാ, വിദ്വേഷത്തോടെ വെറുപ്പോടെ നിന്നോട് മിണ്ടാതിരിക്കുന്ന നിന്റെ ഭർത്താവിന്റെ അരികിലേക്ക് നീ കടന്നു വന്നിട്ട് നിന്റെ ഇക്കാടെ കൈയെടുത്ത് നിന്റെ കൈവെള്ളയിലേക്ക് വെച്ചിട്ട് പറയണം, ലാ അദൂഖു ഗംളൻ ഹത്താ തർളാ, എന്റെ ഇക്ക എന്നോട് പൊറുക്കുന്നത് വരെ, എനിക്ക് മാപ്പ് നൽകുന്നത് വരെ, എന്നോട് മിണ്ടുന്നത് വരെ, സംസാരിക്കുന്നത് വരെ ഞാൻ ഭക്ഷണം കഴിക്കുകയില്ല, കുടിക്കുകയില്ല എന്ന് പറയുന്ന പെണ്ണെ, അവൾ സ്വർഗത്തിലാണ്, സ്വർഗത്തിലാണ്. നബിയുനാ ഹബീബുനാ റസൂലുള്ളാഹി. മനസ്സിലായില്ലേ? ഭർത്താവിനോട് ഇങ്ങോട്ട് പറഞ്ഞു അവള്, അല്ല ഭർത്താവ് അങ്ങോട്ട് പോലല്ല വേണ്ടത്. ഇങ്ങോട്ട് വന്ന് ഭർത്താവിന്റെ കൈക്ക് പിടിച്ചിട്ട് പറയണം, ഇക്ക എനിക്ക് മാപ്പ് ചെയ്യണം. എന്നാ ഇയാളെ അവളെ ഇടിച്ചത്. എന്നാൽ ഇങ്ങോട്ട് വന്ന് പൊരുത്തം ചോദിച്ച് മാപ്പ് ചോദിച്ചാൽ അവൾക്ക് സ്വർഗം കിട്ടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അതാണ് ഖദീജ ബീവി ചെയ്തത്, അതാണ് ആയിഷ ബീവിയും ചെയ്തത്. എല്ലാ ഭാര്യമാരും ചെയ്തത് അങ്ങനെ തന്നെയായിരുന്നു. അതാണ് നമുക്ക് വേണ്ടത്, നമ്മുടെ സഹോദരിക്കും അത് തന്നെയാണ്. അതല്ലാതെ ഭർത്താവിന്റെ ഭാര്യയുടെ വാക്ക് കേട്ടിട്ട് തന്റെ ഉമ്മയെ, തന്റെ വാപ്പയെ ഒക്കെ അകറ്റി നിർത്താൻ ആ പണിക്ക് നിൽക്കരുത്, അത് പരിപാടിക്ക് നിൽക്കരുത്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അൽഖമയുടെ ഉമ്മയോട് ചോദിക്കുകയാണ്, മാപ്പ് ചെയ്യാൻ കഴിയുമോ? ഇല്ല ഇല്ല, മാപ്പാക്കുകയില്ല എന്ന് പറഞ്ഞപ്പോ നബി തങ്ങൾ പറയുകയാ, അദാബുല്ലാഹി അശദ്ദു വഅബ്ഖാ, അല്ലാഹുവിന്റെ ശിക്ഷ ഭയങ്കരമാണ്, കഠോരമാണ്. അതുകൊണ്ട് ഉമ്മ, ഈ മകനെ നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ ഞങ്ങൾ ഇതാ കത്തിക്കാൻ പോവുകയാണ്. ഏത് മാതാവാകട്ടെ ഹൃദയ അലിവ് തോന്നുകയാണ് ആ സമയത്ത്. ഉടൻ തന്നെ ആ മാതാവ് പ്രതികരിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ഇന്നി റളീതു ബിവലദി, എന്റെ മകനോട് ഞാൻ പൊരുത്തപ്പെട്ടിരിക്കുന്നു, എന്റെ മകന് വേണ്ടി ദുആ ചെയ്യണേ നബിയേ, എന്റെ മകന് ഞാൻ മാപ്പ് ചെയ്തിരിക്കുന്നു, യാ റസൂലല്ലാഹ്, എന്റെ മകന് വേണ്ടി പ്രാർത്ഥിക്കണേ നബിയേ. ബഹുമാനപ്പെട്ട മാതാവ് അപ്പോഴേ പറഞ്ഞു പൊരുത്തപ്പെട്ടിരിക്കുന്നു, കത്തിക്കുമെന്ന് പറഞ്ഞപ്പോൾ അത് വെറുതെ കത്തിക്കാനൊന്നുമില്ല, ഉമ്മയുടെ മനസ്സ് മാറാൻ വേണ്ടി. കാരണം ഈ ഉമ്മയെ വേദനിപ്പിച്ചിട്ട് മരിച്ചുപോയ നാളെ ആഖിറത്തിൽ ഭയങ്കര ശിക്ഷയാണ്.
ഖബർ മുതൽ ശിക്ഷയാണ്, ഖബർ മുതൽ ശിക്ഷയാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഒരു ഉമ്മാക്ക് നമ്മൾ എന്താ ചെയ്തേ? ഉമ്മ നമുക്ക് ചെയ്തെന്ന നിഅമത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഉമ്മാക്ക് മരിക്കുന്നത് വരെ എന്ത് ചെയ്താലും ഒന്നും ആവില്ല. ഒരു അതീത് കേട്ടോ, അന്ന റജുലൻ ജാഅ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു സഹാബി നബി തങ്ങളുടെ ഹദറത്തിലേക്ക് വന്നിട്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്ന ഉമ്മീ ഖറഫത് ഇൻദി, എൻ്റെ മാതാവ് എൻ്റെ കസ്റ്റഡിയിലാണ്, എൻ്റെ വീട്ടിലാണ്, എന്നോടൊപ്പമാണ്, ഞങ്ങൾ ഒരുമിച്ചാണ് താമസിക്കുന്നത്. പക്ഷേ എൻ്റെ മാതാവ് ബലഹീനയാണ് നബിയേ. എന്റെ ഉമ്മയെ വഹമൽതു അലാ ആതിഖി, എന്റെ ഉമ്മയെ ഞാൻ ചുമലിലെടുത്ത് വെച്ചുകൊണ്ടാണ് അവരുടെ ആവശ്യങ്ങളെ നിറവേറ്റാൻ ഞാൻ കൊണ്ടു നടക്കുന്നത്. ഫഹൽ ജാസൈതുഹാ യാ റസൂലല്ലാഹ്, എന്റെ ഉമ്മാക്ക് ഞാൻ ഈ ചെയ്യുന്ന പ്രതിഫലത്തിന്, ഞാൻ ഈ ചെയ്യുന്ന ഖിദ്മത്തിന്, ഞാൻ ഈ ചെയ്യുന്ന സേവനങ്ങൾക്ക് അല്ലാഹുവിന്റെ ദർബാറിൽ കൂലിയുണ്ടോ നബിയേ? ആദരവായ റസൂലുള്ളാഹി തങ്ങളോട് ആ യുവാവായ ചെറുപ്പക്കാരനായ സഹാബി ചോദിച്ചപ്പോ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലാ വലാ വാഹിദതൻ മിൻ മിആ, ഏ സഹോദര, ഇല്ല ഇല്ല ഇല്ല, ആ ഉമ്മ ചെയ്തതിന്റെ 100ന്റെ ഒരംശമില്ല സഹോദര. ഇതിൽ കൂടുതൽ ആരാ ചെയ്യാ? നമ്മളാരെങ്കിലും ചെയ്യോ? ഉമ്മയെ കുളിപ്പിക്കുന്നത് ഞാൻ, ഉമ്മാക്ക് ഡ്രസ് ഇട്ട് കൊടുക്കുന്ന ഞാൻ, ഉമ്മാക്ക് ഭക്ഷണം വാരി വെച്ചു കൊടുക്കുന്ന ഞാൻ, ഉമ്മാക്ക് വെള്ളം കുടിപ്പിക്കുന്ന ഞാൻ. ഉമ്മാക്ക് നിസ്കരിക്കാൻ കഴിയില്ല, ഞാൻ ഒളിവെടുപ്പിച്ചിട്ട് ഉമ്മയെ ഞാൻ നിസ്കരിപ്പിക്കുന്നു നബിയെ. ഫഹൽ ജാസൈതുഹാ, വല്ല കൂലി ഉണ്ടോ നബിയെ? ലാ ഇല്ല വലാ വാഹിദതൻ മിൻ മിആ, 100ൽ ഒരംശം പോലും ഇല്ല എന്ന് പറഞ്ഞാൽ അവർ ചെയ്തതിന്റെ ഒരംശം പോലും ആവൂല. നിന്ന് ഇത്ര ചെയ്താലും നീ അവരോട് ചെയ്ത നന്മയുടെ പേരിൽ അല്ലാഹു നിന്നെ സഹായിച്ചേക്കാം, അല്ലാഹു നിനക്ക് സവാബ് തന്നേക്കാം ആ ഉമ്മയോട് കാണിച്ച മഹത്വത്തിന്റെ പേരിൽ. പക്ഷെ അവർ ചെയ്തതിന്റെ ഒരംശമാവുകയില്ല ഇതെന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി. മനസ്സിലായോ? ഇത്രയൊന്നും നമ്മൾ ചെയ്യാറില്ലല്ലോ. ഇത്രയൊക്കെ നമ്മൾ ചെയ്യോ? ഉമ്മയെ ആട്ടിപ്പായിക്കല്ലേ ഭാര്യയുടെ വാക്ക് കേട്ടിട്ട്. ബഹുമാനപ്പെട്ട അൽഖമാർ റളിയല്ലാഹു തആല അൻഹു മരണപ്പെടുകയാണ്. കലിമ ചൊല്ലാൻ കഴിയാതെ വിഷമിച്ച് കിടന്ന അൽഖമാർ റളിയല്ലാഹു അൻഹു മാതാവ് പൊരുത്തപ്പെട്ടു കൊടുത്തപ്പോ കലിമത്തു ഷഹാദത്ത് ഉറക്കെ ഉച്ചരിച്ച് ഈ ലോകത്തോട് വിട പറഞ്ഞു. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് പറഞ്ഞു, അൽഖമയെ കുളിപ്പിക്കണേ, കഫൻ പൊതിയണേ. അൽഖമയെ കുളിപ്പിച്ചു, കഫൻ പൊതിഞ്ഞു. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി ഹബീബ റസൂലുള്ളാഹി തങ്ങൾ അൽഖമാർ റളിയല്ലാഹു അൻഹുവിനെ നമസ്കരിപ്പിച്ചു. ثم دفنه, അൽഖമാർ റളിയല്ലാഹു അൻഹുവിനെ മയ്യത്തടക്കിയിട്ട് എല്ലാവരും ആ ഖബർസ്ഥാനിൽ നിന്നും മടങ്ങവേ നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, പോകരുതേ പോകരുതേ. അല്ലാഹുവിന്റെ റസൂൽ ആ അൽഖമാർ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിന്റെ അരികിൽ നിന്നിട്ട് ഒരു ഉഗ്ര പ്രഭാഷണം നടത്തുകയാണ്. 6ാം നൂറ്റാണ്ടിൽ ഹിജാസിന്റെ ഉടമസ്ഥനായ മുഹമ്മദ് മുസ്തഫ ആ മദീന പള്ളിയെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട്, ആ ജന്നത്തുൽ ബഖീഅനെ സാക്ഷ്യപ്പെടുത്തി അൽഖമാർ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിന്റെ അരികെ നിന്നിട്ട് പറയുകയാണ്, യാ മാശറൽ മുഹാജിരീന വൽ അൻസാർ, ഏ മുഹാജിരീങ്ങളെ, ഏ അൻസാരികളെ, മൻ ഫളല സൗജതഹു അലാ വാലിദൈഹി ഫഅലൈഹി ലഅനത്തുല്ലാഹ് വൽ മലായികതി വന്നാസി അജ്മഈൻ. ഓർക്കണേ, ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് താക്കീത് ചെയ്യുകയാണ്. ഏ മക്കക്കാരെ, മദീനക്കാരെ, ലോകത്തുള്ള സകലമാന മുസ്ലിം സമുദായമേ, ആരെങ്കിലും തന്റെ ഉമ്മയേക്കാൾ, തന്റെ വൃദ്ധയായ മാതാവിനേക്കാൾ, തന്റെ വൃദ്ധനായ പിതാവിനേക്കാൾ, തന്റെ സുന്ദരിയായ ചെറുപ്പക്കാരിയായ തൊലിവെളുത്ത ചുവന്ന ചുണ്ടുള്ള നമ്മുടെ ഭാര്യയെ പരിഗണിച്ചാൽ ഫഅലൈഹി ലഅനത്തുല്ലാഹ് വൽ മലായികതി വന്നാസി അജ്മഈൻ,
ഈ ലോകത്തുള്ള സകലമാന സാലിഹീങ്ങളുടെയും മാലാകമാരുടെയും എല്ലാ സദ്ഗുണ സമ്പന്നരുടെയും ശാപത്തിനും കോപത്തിനും അവൻ അർഹനായിട്ട് ഈ ലോകത്ത് നിന്ന് മരണപ്പെടുകയുള്ളൂ. അതുകൊണ്ട് ഭാര്യയേക്കാൾ ഉമ്മയെ സ്നേഹിക്കണേ, ഉമ്മയേക്കാൾ ഭാര്യയ്ക്ക് സ്ഥാനം നൽകരുതേ. അങ്ങനെ ആരെങ്കിലും നൽകിയാൽ അവൻ ഈ ലോകത്തെ ശപിക്കപ്പെട്ടവനാണെന്ന് ലോകത്തിന്റെ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ ഫളല സൗജതഹു അലാ വാലിദൈഹി, തന്റെ ഭാര്യയേക്കാൾ ഉമ്മക്ക് സ്ഥാനം കൊടുക്കണം. തന്റെ ഭാര്യയ്ക്ക് സ്ഥാനം കൊടുത്തിട്ട് ഉമ്മയെ ആരെങ്കിലും പരിഗണിക്കാതെ പുറങ്കാല് കൊണ്ട് തള്ളിക്കളയാനാണ് പരിശ്രമിക്കുന്നതെങ്കിൽ അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അവൻ ശപിക്കപ്പെട്ടവനാണ്. അവന്റെ മേൽ അല്ലാഹുവിന്റെ ശാപമാണ്. പോയി കാലുപിടി ഉമ്മാന്റെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൻ ഖബ്ബല ബൈന ഐനൈ ഉമ്മി കുന്ന ലഹു സിത്റൻ വ ഹിജാബൻ മിനൻ നാർ ഔ കമാ ഖാല റസൂലുള്ളാഹി. ആരെങ്കിലും തന്റെ ഉമ്മാന്റെ നെറ്റിത്തടത്തിൽ സ്നേഹവാത്സല്യത്തോടെ ഒരു ചുംബനം നൽകിയാൽ അത് നരകത്തിന്റെ മറയാണെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മാക്കൊരു ചുംബനം കൊടുക്കണം സന്തോഷത്തിന്റെ പേരിൽ. സന്തോഷത്തിന് ഉമ്മയെ പോയി ചുംബിക്കണം. മരണപ്പെട്ട ഉമ്മ ആണോ, ആ ഉമ്മാക്ക് വേണ്ടി സദഖകൾ ചെയ്യണം. മരണപ്പെട്ട ഉമ്മ ഉണ്ടോ, ഉപ്പ മരിച്ചുപോയോ, ഉമ്മ മരിച്ചുപോയോ, ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി സദഖകൾ ചെയ്യണം. من زار قبر أبويه في كل جمعة كتب له برا كما قال رسول الله. ഇന്നത്തെ ദിവസം വെള്ളിയാഴ്ചയുടെ ദിവസമാണ്, വെള്ളിയാഴ്ചയുടെ രാവാണ്. ഒരുപാട് സവിശേഷതകളുള്ള രാവുകളാണ്. من مات ليلة الجمعة أو في نهارها أجر من عذاب القبر أو كما قال رسول الله. ആരെങ്കിലും വെള്ളിയാഴ്ച രാവിലോ അതിന്റെ പകലിലോ മരണപ്പെട്ടാൽ ഖബറിന്റെ ശിക്ഷകളെ തൊട്ട് അല്ലാഹു അവരെ രക്ഷപ്പെടുത്തുമെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. തുഅറദുൽ അഅമാലു ഫീ കുല്ലി ജുമുഅ, എല്ലാ വെള്ളിയാഴ്ച രാവുകളിലാണ് ഈ ഉമ്മത്തിന്റെ നന്മതിന്മകൾ അല്ലാഹുവിന്റെ കോടതിയിൽ വെളിവാക്കപ്പെടുക. ഫയഗ്ഫിറുല്ലാഹു ലികുല്ലി അബ്ദിൻ മുഅ്മിൻ, എല്ലാ സത്യവിശ്വാസികൾക്കും അല്ലാഹു പുറത്തു കൊടുക്കും. ഇല്ലാ ബൈനഹു വ ബൈന അഖീഹി ശഹനാ, പരസ്പരം കണ്ടാൽ മിണ്ടാതിരിക്കുന്നവരൊഴിച്ച്, പരസ്പരം കണ്ടാൽ കൈ കൊടുക്കാതിരിക്കുന്നവരൊഴിച്ച്, പരസ്പരം കണ്ടാൽ പുഞ്ചിരിക്കാത്തവരൊഴിച്ച്, പരസ്പരം കണ്ടാൽ സലാം പറയാത്തവരൊഴികെ ബാക്കിയുള്ള മുഴുവൻ മുസ്ലിമീങ്ങൾക്കും അല്ലാഹു പുറത്തു കൊടുക്കുന്നത് ഈ വെള്ളിയാഴ്ച രാവിലാണ്. മിണ്ടാത്ത കുടുംബക്കാരെ, മിണ്ടാത്ത സുഹൃത്തുക്കളെ, പരസ്പരം കണ്ടാൽ പുഞ്ചിരിക്കുക പോലും ചെയ്യാത്തവരെ, ഒരു വേലിക്കല്ലിന്റെ പേരിൽ, ഒരു പത്തലിന്റെ പേരിൽ, ഒരു ഓലയുടെ പേരിൽ, ഒരു പിടി മണ്ണിന്റെ പേരിൽ വർഷങ്ങളോളം മിണ്ടാതെ വൈരാഗ്യത്തോടെ, വാശിയോടെ, ക്രോധത്തോടെ, അസൂയയോടെ, വിരോധത്തോടെ കഴിഞ്ഞാൽ മരിക്കണ്ടേ നിങ്ങൾക്ക്, സ്വർഗത്തിൽ പോകണ്ടേ നിങ്ങൾക്ക്? എല്ലാ വെള്ളിയാഴ്ച രാവിലെ നിങ്ങളെ രണ്ടു കൂട്ടരുടെ ഫയലുകൾ മലക്കുകൾ കൊണ്ട് അള്ളാന്റെ കോടതിയിൽ വെളിവാക്കി കൊടുക്കുമത്രേ. അള്ളാഹു പറയും, അവരുടെ രണ്ടുപേരുടെ ഫയലുകളെ വലിച്ചെറിയണേ, മലക്കുകളെ വലിച്ചെറിയണേ, അത് എന്റെ മുന്നിലേക്ക് കൊണ്ടുവരേണ്ടതില്ല. അവർ രണ്ടുപേരും സലാം പറയട്ടെ, അവർ രണ്ടുപേരെ കൈക്ക് പിടിക്കട്ടെ, അവർ രണ്ടുപേരും കെട്ടിപ്പിടിക്കട്ടെ, അവർ രണ്ടുപേരും പുഞ്ചിരി തൂകട്ടെ, അതുവരെ ഞാൻ അവർക്ക് പുറത്തു കൊടുക്കുകയില്ല. എത്ര ഉംറ ചെയ്തോ, എത്ര ഹജ്ജ് ചെയ്തോ, എത്ര സദഖകൾ ചെയ്തോ, എത്ര നന്മകൾ ചെയ്തോ, നിന്റെ രക്തബന്ധുക്കളെയും കുടുംബ ബന്ധുക്കളെയും അയൽപക്ക ബന്ധുക്കളെയുമായി നിങ്ങൾ സുഹൃത ബന്ധം, ആ സുഹൃത്ത് വലയം വിച്ഛേദിച്ചുകൊണ്ടാണ് മരണപ്പെടുന്നതെങ്കിൽ ലാ യദ്ഖുലുൽ ജന്ന, അവർ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല. കാരണം നാളെ കുടുംബ ബന്ധവും രക്തബന്ധവും മുറിക്കപ്പെട്ട ബന്ധുക്കൾ നാളെ സ്വർഗത്തിലേക്ക് കടന്നു വരുമ്പോഴേ മഹ്ശറിലേക്ക് കടന്നു വന്നുകൊണ്ട് അല്ലാഹുവിന്റെ കോടതിയിൽ വിളിച്ചു പറയുകയാണ്, യാ റബ്ബി, പടച്ചവനെ, ഖുത്തിഅതു, എന്നെ മുറിക്കപ്പെട്ടവനാണ്, ളുലിംതു, എന്നോട് അക്രമം ചെയ്തവനാണ്, ഉസിഅ ഇലയ്യ, എന്നെ ഉപദ്രവിച്ചവനാണ്,
അല്ലാ. ഇവൻ ദുനിയാവിൽ നമസ്കാരമുള്ളവനായിരുന്നു, നോമ്പെടുത്തവനായിരുന്നു, സക്കാത്ത് കൊടുത്തവനായിരുന്നു. പക്ഷെ അവന്റെ അകന്ന രക്തബന്ധുവായ എന്നെ മുറിച്ചു ജീവിച്ചവനാണ് അല്ലാ. ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ട് പുണ്യം, ഒരുപാട് സദഖകൾ ചെയ്തിട്ടുണ്ട് പുണ്യം, ഒരുപാട് ഹജ്ജ് ചെയ്തിട്ടുണ്ട് പുണ്യം. അല്ലാഹു പറയുകയാണ്, ഇവനെ നരകത്തിലേക്ക് എറിയണേ, ഇവനെ നരകത്തിലേക്ക് എറിയണേ. കാരണം എന്താണ്? കുടുംബ ബന്ധം വിച്ഛേദിച്ചു ജീവിച്ചവനാണ്, അയൽവക്കക്കാരോട് മിണ്ടാത്തവനാണ്, രക്തബന്ധുക്കളോട് മിണ്ടാത്തവനാ, മാതാപിതാക്കളോടോ ജ്യേഷ്ഠനുജന്മാരോ മിണ്ടാതെ വർഷങ്ങളോളം വാശിയുടെ വൈരാഗ്യത്തിന്റെ പേരിൽ കഴിഞ്ഞവനാ. അവർക്ക് സ്വർഗത്തിന്റെ പരിമളം ആസ്വദിക്കാൻ കഴിയുകയില്ല. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ഒരൊറ്റ വാക്കുകൂടെ പറഞ്ഞിട്ട് എന്റെ പ്രഭാഷണത്തിൽ നിന്ന് വിരാമം കുറിക്കാം. സലാസത്ത് മൻ കുന്ന ഫീഹി ഹസബഹുല്ലാഹു ഹിസാബൻ യസീറാ വഅദ്ഖലഹുല്ലാഹു അൽ ജന്നത ബിറഹ്മതിഹി. മൂന്ന് കാര്യം ആരിലുണ്ടോ അവർക്ക് വിചാരണയില്ലാതെ സ്വർഗത്തിൽ കടക്കാം. അല്ലാഹു അവന്റെ മഹത്തായ ഔദാര്യം കൊണ്ട് അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമെന്നും നബിയുനാ ഹബീബുനാ റസൂലുള്ളാഹി. ആരാണവർ? തുഅതി മൻ ഹറമക. നിനക്ക് തരാത്തവർക്ക് നീ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കണേ. വതഅഫു അമ്മൻ വലമക. നിന്നെ അടിച്ചവന്, നിന്നെ ആക്രമിച്ചവന്, നിന്നെ ഉപദ്രവിച്ചവന് നീ പൊരുത്തപ്പെട്ടു കൊടുക്കണേ, വിട്ടുവീഴ്ച ചെയ്യണേ. വതസിലു മൻ ഖതഅക. നിന്നെ മുറിച്ച് ജീവിച്ചവനോട് അങ്ങോട്ട് പോയി ചേർന്ന് ജീവിക്കണേ, അങ്ങോട്ട് പോയി പൊരുത്തപ്പെട്ടുകൊണ്ട് അവനോട് സലാം പറയണേ. അങ്ങനെ ചെയ്യുന്ന മൂന്ന് കൂട്ടർക്ക് വിചാരണയില്ലാത്ത സ്വർഗമാണ്. അവന്റെ കാരുണ്യം കൊണ്ട്, അല്ലാഹുവിന്റെ ഔദാര്യം കൊണ്ട് അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുമെന്ന് കമാ ഖാല ഹബീബുനാ ഷഫീഉനാ റസൂലുള്ളാഹി. അതല്ലാതെ മിണ്ടാതെ മരിച്ചു പോയാൽ അല്ലാഹുവിന്റെ ദർബാറിലേക്ക് നമ്മൾ എത്തുകയില്ല, സ്വർഗത്തിന്റെ സുഗന്ധം ആസ്വദിക്കാൻ കഴിയുകയില്ല. മാത്രമല്ല കാലാകാലം നരകത്തിലാണ്, നരകത്തിലാണ്. അതുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞ ഒരു വാക്ക്, സിലൂ അർഹാമകോ വലോ ബിസ്സലാം. ഒരു സലാമെങ്കിലും പറഞ്ഞിട്ട് നിങ്ങളുടെ ബന്ധങ്ങളെ നിങ്ങൾ രൂഢമൂലമാക്കണേ. മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കളോടുള്ള കടമകൾ നിങ്ങൾ നിറവേറ്റണേ. നിങ്ങളുടെ മക്കൾക്കുള്ള സ്വത്തുകൾ നിങ്ങൾ അവർ വഴക്കുണ്ടാകുന്നതിന് മുമ്പ് നിങ്ങൾ എഴുതി വെച്ചുകൊണ്ട് അവർക്കിടയിൽ നീതി നിങ്ങൾ പുലർത്തണേ. മക്കളെ, മാതാപിതാക്കളുടെ വാക്ക് കേൾക്കാതെ അഹങ്കാരിയും തമ്മാടിയുമായ ദുനിയാവിൽ ജീവിക്കരുതേ. വാപ്പാടെ പൊരുത്തമില്ലാതെ, ഉമ്മാന്റെ പൊരുത്തമില്ലാതെ ഒരു പെണ്ണിനെ സ്നേഹിക്കാനോ അവളെ കല്യാണം കഴിക്കാനോ നീ ഇഷ്ടപ്പെടരുതേ. ഒരു കാമുകിയെയോ ഒരു കാമുകനെയോ വാർത്തെടുക്കാൻ ഒരു വാപ്പാന്റെ ഉമ്മാന്റെ പൊരുത്തമില്ലാതെ നീ ആഗ്രഹിക്കരുതേ. കേവലം അത് ദുർബല സുഖമാണ്, നൈമിഷിക സുഖമാണ്. ആ സുഖമെല്ലാം നഷ്ടപ്പെട്ടു പോകും. പക്ഷേ നിന്നെ വെറുപ്പോടെ, നിന്നെ ദേഷ്യത്തോടെ കാണുന്ന ഈ മാതാപിതാക്കളുടെ വൈരാഗ്യവും ദേഷ്യവും നിന്നിലേക്ക് എപ്പോഴും ഒരു ശാപത്തീയായി ഇറങ്ങിക്കൊണ്ടിരിക്കും. അവസാനം ഈ ലോകത്ത് നിന്ന് നീ നിന്ദനായിട്ടായിരിക്കും, നികൃഷ്ടനായിട്ടായിരിക്കും വിട പറയുക. അതുകൊണ്ട് മാതാപിതാക്കളുടെ പൊരുത്തക്കേട് വാങ്ങരുതേ. മാതാപിതാക്കളുടെ പൊരുത്തമാണ് അല്ലാഹുവിന്റെ പൊരുത്തമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒരു ഭാര്യയോടുള്ള കടമകൾ ഒരു ഭർത്താവ് നിറവേറ്റണേ. ഒരു ഭർത്താവ് ഒരു ഭാര്യയോടുള്ള കടമകൾ നിറവേറ്റാതെ മരിച്ചുപോയാൽ നാളെ ആഖിറത്തിൽ അവൾക്ക് പോയി തന്റെ റബ്ബിന്റെ മുന്നിൽ പറയാം, അല്ലാഹുവേ, ഞാൻ വ്യഭിചരിക്കാനുണ്ടായ കാരണം എന്റെ ഭർത്താവാണ്. പടച്ചവനെ, ഞാൻ പിച്ചയെടുക്കാൻ യാചിക്കാനുണ്ടായ കാരണം എന്റെ ഭർത്താവാണ്. എനിക്ക് ചെലവിന് തരാതെയോ എന്റെ ശാരീരികമായ സുഖങ്ങളെ പരിഗണിക്കാതെയോ എന്റെ ഭർത്താവ് ദുനിയാവിൽ ജീവിച്ചത് കൊണ്ടാ ഞാൻ മറ്റുള്ളവനുമായി ശാരീരിക ബന്ധം പുലർത്തിയത്. അല്ലാ, അതിന്റെ കുറ്റം മുഴുവനും എന്റെ ഭർത്താവിലേക്ക് നീ കൊടുക്കണേ പടച്ചവനെ. നാളെ ഭാര്യ പോയി അല്ലാഹുവിന്റെ കോടതിയിൽ പരാതി പറയും. അതുകൊണ്ട് എന്റെ പൊന്നു ഭർത്താക്കന്മാരെ, സഹോദരങ്ങളെ, ഭാര്യമാരെ നമ്മൾ തൃപ്തിപ്പെടുത്തണേ.
ഓരോ കാര്യത്തിലും അവളോട് നമ്മൾ ചോദിക്കണം, പൂർണ്ണമായി നീ എന്നിൽ തൃപ്തയാണോ എന്ന് നമ്മൾ അവളോട് ചോദിക്കണം. അവൾ തൃപ്തിയാണ് എന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാഹ്, ഇല്ല എങ്കിൽ അവൾ പറയുന്നത് പോലെ നീ തൃപ്തിപ്പെടുത്തണേ. അതാണ് അല്ലാഹുക്ക് ഇഷ്ടം. അതല്ലാതെ അവൾ പിഴച്ചു പോയാൽ അത് നിങ്ങൾ നാളെ ഏറ്റെടുക്കേണ്ടി വരും. അപ്പൊ അങ്ങോട്ടും കടമയുണ്ട്, ഇങ്ങോട്ടും കടമയുണ്ട്. മരണപ്പെടുന്ന സമയത്ത് ഭാര്യയും ഭർത്താവും തൃപ്തിയോടെ മരിക്കണേ, മാതാപിതാക്കളും മക്കളും തൃപ്തിയോടെ മരിക്കണേ, നാട്ടുകാരും അയൽവക്കക്കാരും ഒരു മയ്യത്തിന്റെ പേരിൽ ഒരു മോശം വാക്ക് പോലും പറയാതെ സന്തോഷത്തിന്റെ വാക്ക് പറഞ്ഞ് സന്തോഷത്തോടെ മരണപ്പെടണേ. എങ്കിൽ അൽഹംദുലില്ലാഹ് അവർക്കെല്ലാം സ്വർഗമാണ്. അനശ്വരമായ അനന്തമായ ആ സ്വർഗീയ ആരാമത്തിൽ അവർക്ക് പരിലസിക്കാൻ, അതിനെന്ന് പറയുന്ന സ്വർഗത്തിൽ അവർക്ക് പരിലസിക്കാൻ അല്ലാഹു ഈ വെള്ളിയാഴ്ച രാവിന്റെ ബർക്കത്ത് കൊണ്ട് അവർക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നല്ല കുടുംബം, സന്തുഷ്ട കുടുംബം, സകുടുംബ സാന്നിധ്യം, കല്യാണത്തിന് വിളിക്കുന്നത് പോലെ സകുടുംബ സാന്നിധ്യം സ്വർഗത്തിൽ പ്രവേശിക്കണം എന്ന് പറയുന്ന പോലെ നല്ലതുപോലെ എല്ലാവർക്കും നമ്മുടെ ഉമ്മ വാപ്പ ഭാര്യ മക്കളടക്കം സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ എല്ലാവരോടും കൈകൊടുത്ത് സലാം പറഞ്ഞ് സന്തോഷത്തോടുകൂടി പുഞ്ചിരിച്ച് ജീവിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്തത് വിട്ടുവീഴ്ചയോടുകൂടി നമ്മൾ കണക്കാക്കണം ഇൻഷാ അല്ലാഹ്.